ഞാൻ വന്നാലും ചൊല്ലി കൂട്ടിപ്പാടാനും പൊത്തിപ്പൊതിപ്പന്താ തട്ടി തമർത്തിട്ടാണ് തകുതി കുതക്കു തക്കിട്ടെ നാം പ്രീതന്നു നടയെണ്ണ കൊട്ടപ്പാകിലും ഒരു തത്വം ചൊല്ലിട്ട് വേണ്ട കൊട്ടാനും അമൃത് ചൊല്ലികളി സിംഹമല അമൃത് തത്ത ചിത്തി തത്വം എന്നും ചില തത്വങ്ങൾ കൊണ്ട് കൊട്ടപ്പാകിലും നല്ലൊരു തത്വം വേണ്ട കൊട്ടാനും തത്വമറിയാതെ എന്തു ചില മന്ദിരങ്ങൾ ചാറ്റുന്ന സഹിത കണ്ടാൽ തത്വം ഞാനേതെന്നു ചില തർക്കങ്ങൾ ശരിയുമാറില്ല പാർത്താൽ ഇങ്ങനെ ചില തർക്കങ്ങൾ കൊണ്ട് കൊട്ടപ്പാടുന്നു ഒരു ഗണപതി ചൊല്ലിട്ട് വേണ്ട കൊട്ടാൻ കത്തിയല്ലും അനന്തരതക്കം മണ്ണിൽ കത്തിയടിച്ചു പൊരിച്ചൊരു കണ്ടു കാതിൽ ശംഖും കവചം പൂണ്ടും തത്വം മാനും മണ്ണുകൂടി കയ്യിലായിട്ട് പകുത്ത തുമ്പ പങ്കജമനോട് അൻപോടിക്ക് മനസ്സിൽ പൂക്കളിച്ചൊരു കാലം അന്നം പായസമെന്ന് വലിച്ചു തുടങ്ങി തേൻ വാങ്ങി മറ്റു ഇവയെല്ലാം തരുവാൻ അൻപോട് ഞൊടനെയും പാട്ട് നക്ക വന്നു ഗണപതി ചൊല്ലി എന്താണ് വേണ്ടത് ഇവരെ സരസ്വതി തുടങ്ങിയ പനിമതിലൂടി പല കളിലേറ്റി പരിചൊടിക്കും പാൽമുട്ടാതെ പല പല കാലം പരിചൊടിക്കുന്ന നല്ല ബഹുമതിയാണ് ഇങ്ങനെ മധ്യേ ഓരോന്ന് പറഞ്ഞു എന്ന് മാത്രം ഞാൻ വരുന്നാണ് അങ്ങേടുന്നത് ഈ കൈലാസത്തിൽ തരില്ല നിങ്ങൾക്ക് എല്ലാ കൂട്ടത്തിലുണ്ടെന്നുള്ളത് ദുശ്യോദ്യങ്ങൾ നിറയെ തേച്ചും കുടിച്ച് ചുണ്ട് മാർഗമായി കിടന്നുറങ്ങിയേ ഉറക്കത്തിൽ തോന്നുന്നുണ്ട് ഓരോന്നോരോന്ന് തത്വമുത്ത് മുത്താണ് മുത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൊടുക്കും ശ്രീ മഹാദേവൻ മറ്റും നിർത്തികണ ചെറുത്തമാര് ശ്രീ പാർവതി ദേവി താളമക്കളുത്തമാര് ശ്രീ നന്ദികേശൻ പിഴാവടി ചെറുത്തമാര് ഇങ്ങനെ നൃത്തഗീത വാദ്യത്തിന്റെ മുഖത്തുതി അങ്ങ് പകർന്ന് ചെണ്ട തെളിച്ച് വെക്കാൻ വിമല ചുരുക്കണ്ടേ നന്ദുടി കൊട്ടിക്കേൾക്കുക ഈ താളം പാടി കേൾക്കാൻ ചില കൂട്ടൊക്കെ വിൽക്കാതെ ഇൻട്രോ നമ്മുടെ ചില കാവിൽപ്പാട്ടും ദേശാധിപത്യവും മുക്കാലിവട്ടങ്ങളും ഒക്കെ ഉണ്ട് ചന്ദനം ജലം നിർമ്മലം പോസ്റ്റ് വഴി ഈ അരങ്ങത്ത് പറഞ്ഞ് തന്നെയാണോ നമ്മുടെ ദേശത്തെ പേര് ഇതുപോലൊക്കെ വിളിച്ച് അവിടെ കാണും അവിടെ എന്തെങ്കിലും വൈദ്യുതങ്ങള് പന്തിരാണ്ട് കാലായി വറ്റും വെള്ളം വെളിയില്ലായ്മ തന്നെ എന്തോ നമ്മുടെ ജനങ്ങൾ തമ്പുരാറുണ്ട് ദേശമുണ്ടോ ഒന്നും അവയല്ല തമ്പുരാറുണ്ടോ ഒന്നും അവയല്ല ദേശമുണ്ടോ ഇവിടെ മുദ്രായ്മയുണ്ട് തനിക്കട മരുന്ന് വലുതായിട്ട് തരണം ആരാണ് പറഞ്ഞത് ശ്രീ കൈലാസത്തിൽ നിന്നും കോഴിപ്രധാനം വന്നേ കാര്യം കണ്ടിട്ടൊട്ടു മനസ്സിലായില്ല പള്ളി പൂ മെത്ത തന്നെ ഹരിമയനുടെ ചിന്തവർത്ത വണ്ണം മെല്ലെ ഹരിജീവിതവും പറഞ്ഞൊപ്പിച്ചുകൊണ്ട് കളവ് പറയും കവി നന്മയുള്ളവൻ ഇങ്ങനെ ശാസ്ത്രവ ഭൈരവാദ വിളിയും വിളിച്ച് പൂക്കോട്ടക്കാർക്ക് കോഴിമ്പിടാൻ അത്ര വന്നു വന്നു മനുഷ്യൻ പുറപ്പെട്ടില്ല രണ്ടു വന്നു മനുഷ്യൻ പുറപ്പെട്ടില്ല മൂന്നാമത്തോട് ഹരി ജീവിതവും പറഞ്ഞു ഒപ്പിച്ച് പുറപ്പെട്ടു ഇത് കൈത്തോലെടുത്തു ആളും വെച്ചു ഇരുപടി കിടന്നു ചാലുപടി കിടന്നു ഒറ്റപ്പടി കിടന്നു അങ്ങനെ കാണത്തില്ലല്ലേ അവിടെ ഉണ്ടാകുന്ന കൂട്ടറൊക്കെ ചക്കികളും ചില ബോധകളും മുതുകത്തെല്ലുകളും കുട്ടികളും എന്നാലും ഉറിയനും ഓർന്ന തൊമ്മനും പറഞ്ഞവനും പറഞ്ഞോട്ടാണ് കാണത്തില്ലെന്നാണ് രണ്ട് കയ്യിലെ വെക്കണമെന്നായി നല്ല നായുണ്ടോ ആയുധം വെക്കാറുള്ളൂ അത്ര നല്ല നായല്ല ശ്രീ ഭഗവാന് നാമത്തിൽ പൊട്ടിയാമണി പാടിയും പരതാളവും പരമേശ്വരൻ കാട്ടിൽ മേലിട നടവാടിയും തിരുവയതൂടി നിന്ന ശിരസിംഗലും കാട്ടുപാമ്പ് അലയിൽ കുലിത്തോരുടൻ കാട്ടുമാടി ഇങ്ങനെ ഭഗവാന് നാമത്തിൽ പൊട്ടിയാമണി നാഗശ്ശേരി 40 കാട്ടിൽ വേദാളി ശിരത്തിന് നിങ്ങളുടെ ഭൂതമാണ് തന്ന കോഴിയുടെ അക്ഷരമായി ഉണ്ടേ പോകുന്നത് ഈ കാടിന്റെ നിഷ്ഠ വെച്ചെന്നുണ്ടാൻ എന്നാ തണ്ണീര് കുടിച്ചാലോ കുടിക്കില്ല കോഴിപ്പിടാർക്കും 10-25 തച്ചയം പിടിച്ച് 8-10 മാവും വെട്ടി കൂടി പുറത്ത് എത്രയാകുമ്പോ ഒരു കളി പോലെ വാങ്ങി എന്താ നിലയാകുന്നു വേവാന്നല്ല ഈ കാണുന്ന കൊച്ചു കുഴികൾ കണ്ണീര് കുടിക്കുന്നത്
പനിമാത്തി ചൂടോ പരമശ്രീ പരിചോടു പാരണ വടിപൂജാമന്നു പനിമാല മകളോ പിടിയോടെ വടിവായി ഇരുവരും മായി വടിയോടു ചെന്നു ഇരുവരും ഒന്നാമത്തെ ശിവനാരായ സംവാദമായിരുന്നു, രണ്ടാമത്തെ നാരികപ്പാട്, മൂന്നാമത്തെ നാടകപ്പാട്, കഴിഞ്ഞ കോയിപ്പാടായ എന്ന കഥാപാത്രമാണ്. അടുത്തത് കുടിയിലെ ഹാസ്യ കഥാപാത്രമായ പൂരി എന്ന കഥാപാത്രമാണ്. പ്രേക്ഷകരെയുള്ള മക്കളായി ആണ് പൂരി കണക്കാക്കുന്നത്. എത്ര പ്രായമുള്ളവരും പൂരിക്ക് മക്കളാണ്. ചെറിയ കുട്ടികളെ പോലെ മുഖ്യമന്ത്രി അങ്ങനെ പല കാര്യങ്ങളും കൂടി ചെയ്യുന്നില്ല. ദാരിദ്ര്യത്തെ ദുർബലത്തിൽ സ്ത്രീകൾക്കായി കുടിക്കേണ്ടത് ഈ ആണെന്നുള്ളതാണ് കൂലി എടുത്തുകൊണ്ടിട്ട് ഒരാളെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്ന രീതിയിൽ ഇരിക്കുന്നത്. അത് കൂലിയുടെ അവതരണ രീതി അങ്ങനെയാണ്. പ്രേക്ഷകരെ നോക്കാതെ അമ്മയുടെ ഭാഗത്ത് ഇരിക്കുമ്പോൾ എത്ര അവരുടെ ഈഗോ അല്ലെങ്കിൽ എനിക്ക് ഫലമായിട്ട് നമുക്ക് അവിടെ ആ കുട്ടിയുടെ അവസ്ഥയിലേക്ക് ആഗ്രഹങ്ങളോട് കുറച്ച് പേരുണ്ട്.